500 കയ്യക്ഷരങ്ങളിലൂടെ സുവിശേഷത്തിന്റെ വെൺപ്രഭ വിടർത്തി വരാപ്പുഴ അതിരൂപത പുതുചരിത്രം കുറിച്ചു. മതബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ 3000-ലധികം കുട്ടികളും 500-ലധികം അധ്യാപകരും തങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ പകർത്തിയെഴുതിയാണ് ദൈവവചനത്തെ മഹത്വപ്പെടുത്തിയത്. 3500 കയ്യക്ഷരങ്ങളുടെ സുവിശേഷത്തിന്റെ വെൺപ്രഭ വിടർത്തി വരാപ്പുഴ അതിരൂപത പുതുചരിതം കുറിച്ചു. മതബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ 3000-ലധികം കുട്ടികളും 500-ലധികം അധ്യാപകരും തങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ പകർത്തിയെഴുതിയാണ് ദൈവവചനത്തെ മഹത്വപ്പെടുത്തിയത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 3500 കയ്യെഴുത്തു പ്രതികളാണ് എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സുവിശേഷ ദീപം പരിപാടിയിൽ സമർപ്പിച്ചത്. 24 അധ്യായങ്ങളുള്ള സുവിശേഷം പേപ്പറുകളിൽ എഴുതി പുസ്തകരൂപത്തിലാക്കി ബൈൻഡ് ചെയ്ത് പൂർത്തിയാക്കിയാണ് കുട്ടികളും അധ്യാപകരും ചരിത്ര സംഗമത്തിൽ പങ്കാളിത്തം അറിയിച്ചത്. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത ബൈബിൾ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ആന്റണി സിജൻ മണുവേലിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. മതബോധന കമ്മീഷൻ ഡയറക്ടർ ഫാദർ വിൻസെന്റ് നടുവിലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. KRLCBC മതബോധന കമ്മീഷൻ സെക്രട്ടറി ഫാദർ മാത്യു പുതിയാത്ത്, അതിരൂപത മിനിസ്ട്രി ജനറൽ കോർഡിനേറ്റർ ഫാദർ യേശുദാസ് പഴമ്പിള്ളി, KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോജു കോക്കാട്ട്, NV ജോസ്, ജൂഡ്സി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. LKG മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരുമാണ് സുവിശേഷം പകർത്തിയെഴുതി വരാപ്പുഴ അതിരൂപതയിൽ പുതുചരിത്രം കുറിച്ചത്. അതിരൂപത മതബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ യജ്ഞത്തിൽ മലയാളം കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, ജർമ്മൻ, ഹീബ്രു ഭാഷകളിലും സുവിശേഷം പകർത്തിയെഴുതിയിട്ടുണ്ട്. ഷെക്കേന ന്യൂസ്, കൊച്ചി.